നമസ്കാരം, സ്പോട്ട് ന്യൂസിലേക്ക് സ്വാഗതം. വി.ഡി. സതീശന്റെ നേതൃത്വത്തിലുള്ള UDF സർക്കാരിൽ മന്ത്രിമാരുടെ വകുപ്പ് വിഭജനം പൂർത്തിയായി. മന്ത്രിമാരും വകുപ്പുകളും അടങ്ങുന്ന പട്ടിക ഗവർണർക്ക് കൈമാറി. റോജി M. ജോണിന് ഉന്നത വിദ്യാഭ്യാസവും M. ലിജുവിന് എക്സൈസിനൊപ്പം സഹകരണം കൂടി നൽകി. സർക്കാർ അധികാരമേറ്റ് 3 ദിവസമായിട്ടും മന്ത്രിമാരുടെ വകുപ്പുകൾ സംബന്ധിച്ചുള്ള വിജ്ഞാപനം പുറത്തിറങ്ങിയിരുന്നില്ല. വകുപ്പ് വിഭജനത്തിൽ തർക്കം തുടരുന്നതായിരുന്നു പ്രതിസന്ധിയുടെ കാരണം. അമ്പലപ്പുഴയിൽ നിന്ന് UDF പിന്തുണയുള്ള സ്വതന്ത്രനായി വിജയിച്ച G. സുധാകരൻ MLA ആയി സത്യപ്രതിജ്ഞ ചെയ്തു. പ്രോടേം സ്പീക്കറായി നിയോഗിക്കപ്പെട്ടതിനാൽ ഇന്ന് ഗവർണർക്ക് മുന്നിലായിരുന്നു G. സുധാകരന്റെ സത്യപ്രതിജ്ഞ. മുഖ്യമന്ത്രി V.D. സതീശനും മന്ത്രിമാരും ചടങ്ങിൽ പങ്കെടുത്തു. വീണ്ടും MLA ആയി സഭയിൽ എത്തുന്നതിൽ സന്തോഷമെന്നാണ് സുധാകരൻ പ്രതികരിച്ചത്. തനിക്ക് മുന്നിൽ പിണറായി വിജയൻ സത്യപ്രതിജ്ഞ ചെയ്യുമോ എന്ന ചർച്ചകളിൽ താൽപര്യമില്ല. രാഷ്ട്രീയത്തിൽ താൻ ശത്രുത സൂക്ഷിക്കാറില്ല. CPM-ന്റെ തോൽവിയുടെ ഉത്തരവാദിത്തത്തിൽ നിന്ന് പിണറായിക്കും MV ഗോവിന്ദനും ഒഴിയാനാകില്ലെന്നും സുധാകരൻ പ്രതികരിച്ചു. നിയമസഭയിൽ ഒരിക്കൽ കൂടി വരണമെന്ന് താൻ തീരുമാനിച്ചു. സ്വതന്ത്രമായി മത്സരിച്ചു. 63 വർഷത്തോളം പാർട്ടിയിൽ പ്രവർത്തിച്ചയാളാണ് താൻ. പാർട്ടിയിൽ നിന്നിട്ട് കാര്യമില്ലെന്ന് തോന്നി രാജിവെക്കുകയോ പുറത്താക്കുകയോ ചെയ്തിട്ടില്ല. അംഗത്വം താൻ പുതുക്കിയില്ലെന്നും G. സുധാകരൻ പറഞ്ഞു. സൈക്കിളിൽ ലോട്ടറി കച്ചവടം നടത്തുന്ന ആളെ മർദ്ദിച്ചതായി പരാതി. പാലയൂർ കറുപ്പം വീട്ടിൽ 46 വയസ്സുള്ള ബാബുവിനെയാണ് ഇന്നലെ രാവിലെ 6 മണിയോടെ ചാവക്കാട് സെന്ററിൽ വെച്ച് മർദ്ദിച്ചത്. ചില്ല് ഗ്ലാസ് കൊണ്ട് മുഖത്തടിയേറ്റ ബാബു താലൂക്ക് ആശുപത്രിയിൽ ചികിത്സ തേടി. ലോട്ടറി ടിക്കറ്റിന്റെ നമ്പറിനെ ചൊല്ലിയുള്ള തർക്കത്തിനിടയിൽ അസഭ്യം പറഞ്ഞ് ചായ ഗ്ലാസ് കൊണ്ട് മണത്തല പള്ളിത്താഴം സ്വദേശി അകാരണമായി അടിക്കുകയായിരുന്നുവെന്ന് ബാബു പറയുന്നു. ചാവക്കാട് പോലീസ് അന്വേഷണം ആരംഭിച്ചു. 64-82 ഇദ്ദേഹം എടുത്തത്. അടിച്ച ആള് 83-ന് 1000 വെച്ചിട്ട് അടിച്ചിട്ടുണ്ടായിരുന്നു. ഈ 83 തരാണ്ട് നീ പറയാൻ തെറ്റൊന്നും ധരിക്കരുത്, ചായ ഗ്ലാസ് കൊണ്ട് അടിക്കുകയാണ് ചെയ്തത്. ഇവിടെ പല ആൾക്കാരും കണ്ടിട്ടുണ്ട്. പോലീസുകാരന്മാരൊക്കെ വന്നിട്ട് പല വിധത്തിലും ഇവിടെ അന്വേഷിച്ച് അവനെ പിടിക്കാൻ പറ്റിയിട്ടില്ല. ലാസ്റ്റ് അവൻ കയ്യുമ്മ ബാൻഡേജ് ഇട്ടിട്ട് പോലീസ് സ്റ്റേഷനിലേക്ക് വരികയാണ് ചെയ്തത്. പോലീസുകാരെ കയ്യിൽ കിട്ടിയില്ലെങ്കിൽ എന്താകുമെന്ന് ഇവിടുത്തെ ആൾക്കാർക്കൊക്കെ അറിയാം. പക്ഷെ ടിക്കറ്റിന്റെ നഷ്ടം മരുന്നിന്റെയും വീടിന്റെ ചെറിയൊരു ചെലവുണ്ട്. അതൊക്കെ കൂടിയിട്ട് എനിക്ക് അവൻ നഷ്ടപരിഹാരമായിട്ട് എനിക്ക് തരണം. ദുബായിൽ 3 പേർക്ക് അവയവദാനം ചെയ്ത് ഗുരുവായൂർ സ്വദേശിനി ജെസ്സി യാത്രയായി. പരേതനായ വെള്ളറ ജോസ്മോന്റെ ഭാര്യ ജെസ്സി ദുബായിൽ മകൾക്കൊപ്പമാണ് താമസിച്ചിരുന്നത്. കഴിഞ്ഞ വ്യാഴാഴ്ച തല കറങ്ങി വീണതിനെ തുടർന്ന് ദുബായിലെ ആസ്റ്റർ ആശുപത്രിയിൽ ചികിത്സയിലായിരുന്നു. ബ്രെയിൻ ഡെത്ത് സ്ഥിരീകരിച്ചതിനെ തുടർന്നാണ് അവയവങ്ങൾ ദാനം ചെയ്യാൻ തീരുമാനിച്ചത്. ദുബായ് ഹെൽത്ത് അതോറിറ്റിയുടെ നേതൃത്വത്തിൽ ലണ്ടൻ, ദുബായ് എന്നിവിടങ്ങളിലെ കിങ്സ് കോളേജ് ഹോസ്പിറ്റലിൽ അവയവദാന നടപടികൾ പൂർത്തിയായി. 3 പേർക്ക് പുതുജീവൻ നൽകിയാണ് ജെസ്സി യാത്രയായത്. 63 വയസ്സായിരുന്നു. വ്യാഴാഴ്ച നാട്ടിലെത്തിക്കുന്ന മൃതദേഹം പൊതുദർശനത്തിന് ശേഷം 4:30-ന് സംസ്കാരം കാവീട് സെന്റ് ജോസഫ് പള്ളി സെമിത്തേരിയിൽ നടത്തും. ബ്രിറ്റി എന്നിവർ മക്കളാണ്. സംസ്ഥാനത്ത് സ്വർണ്ണവിലയിൽ വീണ്ടും വർധനവ്. ഇന്ന് ഗ്രാമിന് 140 രൂപയും പവന് 1120 രൂപയുമാണ് വർദ്ധിച്ചത്. ഇതോടെ 1 ഗ്രാം സ്വർണം വാങ്ങാൻ 14,515 രൂപയും 1 പവൻ സ്വർണം വാങ്ങാൻ 1,16,120 രൂപയിലധികവും നൽകണം. ഇന്ത്യയിൽ സ്വർണ്ണ ഇറക്കുമതി ചുങ്കം കൂട്ടിയതോടെ മെയ് 13-ന് ഒറ്റയടിക്ക് സ്വർണ്ണവില 10,200 രൂപയോളം വർദ്ധിച്ചിരുന്നു. ഈ മാസത്തിലെ ഏറ്റവും കൂടിയ സ്വർണ്ണവില 1,23,120 ആയി രേഖപ്പെടുത്തി. പിന്നീട് സ്വർണ്ണവിലയിൽ ചാഞ്ചാട്ടം തുടരുകയാണ്. കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ വിവിധ കാർഷിക ആനുകൂല്യങ്ങൾ ലഭിക്കുന്നതിനായി അഗ്രി സ്റ്റാക്ക് രജിസ്ട്രേഷൻ നിർബന്ധമാക്കിയ സാഹചര്യത്തിൽ ആർത്താറ്റ് കൃഷിഭവന്റെ നേതൃത്വത്തിൽ കർഷകർക്കായി സൗജന്യ രജിസ്ട്രേഷൻ ക്യാമ്പ് ആരംഭിച്ചു. ബുധനാഴ്ച രാവിലെ 11 മണി മുതൽ വൈകുന്നേരം 4 മണി വരെ ആർത്താറ്റ് കൃഷിഭവനിലാണ് ക്യാമ്പ്. PM കിസാൻ ആനുകൂല്യം മുൻപ് ലഭിച്ചിരുന്നവരും ഇപ്പോൾ ലഭിക്കാത്തവരുമായ കർഷകർ നിർബന്ധമായും അഗ്രിസ്റ്റാക്ക് രജിസ്ട്രേഷൻ ചെയ്യേണ്ടതാണ്. ആധാർ കാർഡ്, ആധാറുമായി ലിങ്ക് ചെയ്ത മൊബൈൽ ഫോൺ, 2026-27 സാമ്പത്തിക വർഷത്തിലെ ഭൂനികുതി രശീതി എന്നിവ രജിസ്ട്രേഷനായി കൊണ്ടുവരണമെന്നും അധികൃതർ അറിയിച്ചു. ഇതോടെ സ്പോട്ട് ന്യൂസ് സമാപിക്കുന്നു. നമസ്കാരം.